നമസ്കാരം. മഴക്കാലമായിട്ടും TV തുറന്നാൽ ഇന്ന് സ്റ്റാർ അബൂക്കയാണ്. TVയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പ് തന്നെ. തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ വോട്ടുകൾ എങ്ങനെ പെട്ടിക്കുള്ളിലാക്കാം എന്ന തത്രപ്പാടിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്ഥാനാർത്ഥികളുടെ ആസ്തി വിവരം കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതിൽ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ സ്വത്ത് വിവരമാണ് അന്തം കമ്മികളുടെ കണ്ണുപോലും തള്ളിച്ചിരിക്കുന്നത്. സ്വരാജിന് സ്വന്തമായി 36 ലക്ഷത്തിന്റെ ജീപ്പും 4 ലക്ഷത്തിന്റെ കാറുമുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇത്രയും ലക്ഷങ്ങളുടെ വാഹനം വാങ്ങാൻ സ്വരാജിന് എന്താണ് പണിയെന്നാണ് സോഷ്യൽ മീഡിയയിലെ പലരുടെയും സംശയം. അതിൽ ജിതിൻ കെ ജേക്കബ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് വൈറലാവുകയാണ്. സഖാവ് സ്വരാജ് നായർക്ക് എന്താണ് പണിയെന്ന് ചോദിച്ചുകൊണ്ടാണ് ജിതിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ചോദ്യം മാത്രമല്ല, അതിനുള്ള മറുപടിയും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശും. രാവിലെ 11 മണിക്ക് ശബരിമല വിശ്വാസത്തെ അവഹേളിക്കും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുൻപ് 51 വെട്ടി മനുഷ്യനെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ പുളിച്ച സാഹിത്യം വിളമ്പും. 4 മണിക്ക് നിരപരാധികളെ മതം നോക്കി ഭീകരാക്രമണത്തിലൂടെ കൊല്ലുന്ന തീവ്രവാദികൾക്കെതിരെ സൈനിക നടപടി അരുതേ, യുദ്ധമരുതേ എന്ന് പറഞ്ഞു മോങ്ങും. വൈകിട്ട് കവല പ്രസംഗത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ആഞ്ഞടിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ താക്കീതും ചെയ്യും. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അംബാനിയെയും അദാനിയെയും പോലുള്ള കുത്തക മുതലാളിമാർ വാങ്ങിക്കുന്ന അമേരിക്കൻ നിർമ്മിത ബൂർഷ കുത്തക കാറിന്റെയൊക്കെ പണമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാമെന്നാലോചിച്ച് സഖാവ് കണ്ണുനീർ പൊഴിക്കും. ഇതാണ് M സ്വരാജിന്റെ ഒരു ദിവസത്തെ ദിനചര്യ എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. കൂടാതെ വേലയും കൂലിയും ഇല്ലെങ്കിലും അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾക്കെതിരെ ദിവസവും ആഞ്ഞടിക്കുന്ന ലളിത ജീവിതം നയിക്കുന്ന സഖാവ് സ്വരാജ് നായർക്ക് 36 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാർ സ്വന്തമായി ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം മാത്രം. സഖാവ് ആ ബൂർഷ ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടിയാണെങ്കിലും നികുതി അടച്ചല്ലോ. പണിയെടുത്ത് ജീവിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് 36 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാർ എങ്ങനെ വാങ്ങാൻ കഴിയുന്നുവെന്നത് സൗജന്യ കിറ്റിനായി റേഷൻ കടയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന അന്തംകമ്മി അണികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കണം സഹാക്കളെ. എന്തെന്നാൽ അക്കാര്യത്തിലെങ്കിലും സോഷ്യലിസം നടപ്പാക്കുക. 36 ലക്ഷം വരെയുള്ള അമേരിക്കൻ നിർമ്മിത കാർ വാങ്ങുന്നത് ആഡംബര ജീവിതമല്ല എന്ന് പാർട്ടി കോൺഗ്രസിൽ തീരുമാനമെടുത്തോ എന്നൊന്നും അറിയില്ല. അല്ല, ഈ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് മകൾക്ക് ബാംഗ്ലൂരിൽ IT കമ്പനി തുടങ്ങുന്നത് പോലത്തെ മറ്റൊരു അത്ഭുതം തന്നെയാണ് ഈ കാറൊക്കെ വാങ്ങുന്നതും. 36 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാറിൽ സഞ്ചരിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ബൂർഷ കുത്തക കമ്പനികൾക്കെതിരെയും എല്ലാത്തിലുമുപരി ലളിത ജീവിതം നയിക്കുന്ന സഖാവ് സ്വരാജ് നായർ പാവങ്ങളുടെ മറ്റൊരു പടത്തലവൻ തന്നെയെന്നാണ് പോസ്റ്റിൽ പരിഹസിക്കുന്നത്. കൂടാതെ കാരണഭൂതന്റെ പിൻഗാമി ആരെന്നതിനെ കുറിച്ച് ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും പോസ്റ്റ് വൈറലായതോടെ തൊഴിലാളികളുടെ പട്ടിണി മാറ്റാൻ സ്പീഡിലെത്താനായിരിക്കും 36 ലക്ഷത്തിന്റെ വാഹനമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. എന്തായാലും പട്ടിണി എടുക്കാതെയും എങ്ങനെ ആഡംബര ജീവിതം നയിക്കാമെന്ന് മലയാളികൾക്ക് മനസ്സിലായല്ലോ.